ഈ റോഡ് പൂർണ്ണമായിട്ടും പണി തീർന്നിട്ടില്ല. 50% മാത്രമേ പണി തീർന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ വെള്ളം പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം. കോൺക്രീറ്റ് ചാല് നിർമ്മിച്ചതിന് ശേഷം വെള്ളം പോകുമ്പോഴാണ് ജനങ്ങളോടുള്ള വെള്ളം. എന്ത് തെമ്മത്രം കാട്ടിയാലും അതിന് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് തയ്യാറുമല്ല. അതെ, ജനങ്ങൾ ഇവനെ പോലുള്ള ജനങ്ങള് സമൂഹത്തിന് എന്ത് ചെയ്തു എന്നുള്ളത് അത് ഇവനെ പോലുള്ള ആളും നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ നീ തോന്നുന്നു. എന്നെ നീ മര്യാദകൾ വർത്താനം പറയാം. എന്ത് വർത്താനം? ഞാൻ എന്താ പറഞ്ഞു? എന്താ ഞാൻ റോഡിനെ കുറിച്ച് പറയുമ്പോ സമൂഹത്തെ ആൾക്കാരെ പിടിക്കില്ലേ? ഒറ്റകൾ ഇങ്ങനെ പറയാ ആൾക്കാരെ വിളിച്ചു പറയാനുള്ള ആഘോഷം. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള അവകാശം ഞങ്ങൾ പറഞ്ഞു. ഞാൻ നികുതി കൊടുത്ത പൈസ അന്റെ അച്ഛൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലേ എന്റെ വീട്ടിൽ മാത്രം കൊടുത്തിട്ടില്ല, ഞങ്ങൾ കൊടുത്തിട്ട് നികുതി. എന്താ ഭീഷണിയാണ്? എന്റെ പ്രതിഷേധമാണ്. എന്റെ പ്രതിഷേധം ഞങ്ങൾ പ്രതിഷേധം അന്റെ പ്രതിഷേധം ഞങ്ങൾക്ക് പ്രതിഷേധിക്കാലോ. നീതി കൊടുക്കുമ്പോൾ ഞങ്ങൾ നീതി കൊടുക്കില്ലേ? എന്ത് ഞങ്ങൾ കൊടുക്കില്ലേ? നീതി കൊടുക്കുന്നെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ട കാര്യം ചെയ്യണം ഞാൻ പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? ഇത് ചെയ്യേണ്ടത് പറഞ്ഞു ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വെള്ളം പോകാനുള്ള റോഡ് ഉണ്ടാക്കണം. എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് പിന്നെ ഉണ്ടാക്കണല്ലോ. അതിന്റെ കാര്യമില്ലല്ലോ. അത് അന്റെ കാര്യത്തിനല്ലോ ചെയ്യണത്. പിന്നെ ആരുടെ കാര്യത്തിനാ? പൊതുജനോടോ? ഇജ്ജ് മാത്രമേ പൊതുജനോട് ഈ പഞ്ചായത്തില് അതിന്റെ അമ്മ ഇജ്ജ് മാത്രമേ ഉള്ളൂ. അല്ല അല്ല എന്താ എന്റെ വീട്ടിൽ കൊണ്ട് ചെയ്യാത്ത അവിടെ ചാലില്ലല്ലോ. എന്റെ വീട്ടിലും ചാലില്ലാത്ത എന്റെ വീട്ടിൽ അവിടെ ചാലില്ലാത്ത എന്താ ഉണ്ടാകാത്ത പറയേ പൊതുപ്രവർത്തനം പൊതുപ്രവർത്തനം ചെയ്യുമ്പോ അനക്ക് ഇതേപോലെ തെമ്പാടത്തം ചെയ്യുമ്പോ എന്തായാലും പറയണോ? ഒരു അപേക്ഷ കൊടുത്തു പഞ്ചായത്തിൽ നേരെ കൊടുത്തുക്കണോ? നീ കൊടുത്തുക്കണോ? അന്റെ വീടുണ്ടാക്കി നീ കൊടുത്തുക്കണോ? അന്റെ വീടിന്റെ മുമ്പിൽ ചാല് വേണമെന്നുണ്ട് നീ അപേക്ഷ കൊടുത്തുക്കണോ? ഞാൻ പറഞ്ഞു കേൾക്കും ചാലും നീ പറഞ്ഞ മാത്രം ഞാൻ കേൾക്കണ്ടല്ലോ. എടാ കുട്ടി അന്റെ മാറ്റം ഞാനും ഇവിടുത്തെ പൊതുപ്രവർത്തനം തന്നെയാണ്. അല്ലെ അന്റെ മാറ്റം ഞാൻ ഇവിടുത്തെ ആളുകളാണ്. പിന്നെ എന്താണ് ഈ പറഞ്ഞത്? ആര് വീട്ടിൽ എനിക്ക് എന്നെ ഞാൻ പറഞ്ഞോ അന്നെന്താ വീഴ്ചപ്പെടുത്തുന്നത്? എനിക്ക് അന്നെന്താ വീഴ്ചപ്പെടുത്താളെന്താ? അന്നെന്തൊക്കെയാ വീഴ്ചപ്പെടുത്താള്? ജനങ്ങൾ തിരിച്ചറിഞ്ഞോട്ടെ. അതിന്റെ കുഴപ്പമൊന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞോട്ടെ. കുഴപ്പമില്ല. അതിന്റെ കുഴപ്പം എനിക്ക് പ്രതികരിച്ചോ? പ്രതികരിക്കുക കടന്നുറങ്ങിയ എന്താ ചെയ്തോ? എന്റെ വാച്ച് പോയിട്ട് പോയിക്കോട്ടെ. ആയിക്കോട്ടെ. അന്നെ ആക്രമിച്ച അന്നെ പണ്ടെന്ന് പണ്ടെന്നല്ലോ ആണല്ലേ? എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്നെ ജീവന് ഭീഷണിപ്പെടുത്ത ഭീഷണി ചങ്ങായി ആരെ സമൂഹം പോയി കുടുംബം പോയി നേരാക്കാം. സമൂഹം നേരാക്കാം. എഫ്ഐആറിന്റെ കോപ്പി കണ്ടാ ഇവന്റെ കുടുംബത്തിന്റെ എഫ്ഐആറിന്റെ കോപ്പി ഇന്ത്യ അടുത്തുണ്ട്. ഞാൻ കാണിച്ചാൽ ഞങ്ങൾക്ക് കാണിച്ചുതരാം എന്താ അവന്റെ കുടുംബം, എന്താ അവന്റെ പാരമ്പര്യം എന്നുള്ളത്. ഞാൻ കിട്ടാം ഇത് ലൈവിട്. അതിന്റെ അടിയാറ്റ് എഫ്ഐആറിന്റെ കോപ്പി ജനങ്ങളൊന്ന് പഠിക്കട്ടെ. എന്റെ വീടിന്റെ പഠിക്കാൻ ഉണ്ടാക്കി പോയിട്ട് ആണാണെങ്കിൽ പോയി ഉണ്ടാകാൻ എന്റെ വീടിന് ഇത് വെച്ചിട്ട് അതൊരു തെമ്മാർത്തം എഴുതുമ്പോ ഇനി മേലെ പൈസ ആൾക്കാരെ പറ്റി തെമ്മാർത്തം എഴുതാല് അന്റെ കണ്ണടപ്പാണ് പൊടിക്കുന്നുണ്ടോ കേട്ടോ? എന്നെ ഭീഷണിപ്പെടുത്തി അന്നെ ഭീഷണിപ്പെടുത്തല്ല. അന്റെ ഞാൻ തന്നെ പറഞ്ഞു ജീവന് ഭീഷണി. അന്റെ ജീവൻ ഒരു ഭീഷണി പറ്റിയാല് ബിജു ആയിരിക്കും എല്ലാത്തിനും. ഇവനല്ല ഇവന്റെ കുടുംബത്തിനല്ല ഇവന് എന്നും ഒന്നും പറ്റില്ല. കാരണം ഇവൻ ഈ ഭൂലോക ഫ്രോഡ് എന്ന് പറഞ്ഞ ഇതെന്നെ പരിപാടി. നീ പറഞ്ഞു കണ്ടില്ലേ? ഇതാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഒരാള് പ്രതികരിക്കുമ്പോ പ്രതികരിക്കാൻ ന്യായമാണ്, ഒരു ന്യായമാണ് കേട്ടോ. പ്രതികരിക്കുമ്പോ ഒരു ന്യായമാണ്. അതല്ലാണ്ട് സ്വന്തം കുടുംബത്തിനെ, സ്വന്തം നാട്ടുകാരെ, സ്വന്തം ഏട്ടഞ്ചന്മാരൊക്കെ വെറുപ്പിച്ചിട്ട് എന്ത് പ്രതികരിക്കാനപ്പൻ? എന്ത് പ്രതികരിക്കാനപ്പൻ? നാണോ മാനത? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടിയിട്ടില്ല എന്താണെന്ന്. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ മിണ്ടാതിരിക്കണം. ഞാൻ മിണ്ടാതിരിക്കണം. കണ്ടോ? ഇതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ വരും. നമുക്കറിയാം ഇത്തരത്തിലുള്ള ഭീഷണികൾ വരുമെന്നറിയാം. പക്ഷേ എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കുടുംബത്തിനോ എനിക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബിജു എന്ന് പറയുന്ന വിജയൻ കെ എന്ന് പറയുന്ന പുത്തംകുളത്ത് താമസിക്കുന്ന ആ വ്യക്തിയാണ്. അതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം പ്രതികരിക്കാൻ പാടില്ല. ഇത് പുത്തംകുളത്തുള്ള ജനങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയാണ് വേണ്ടത്. കാരണം ഇത് നിങ്ങൾ ലൈവായിട്ട് കാണുന്നതാണ് അല്ലേ? നിങ്ങളിത് കണ്ടതാണ് അല്ലേ? അവൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്താണെന്നുള്ളത് അറിയാലോ.